ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടി വലിയുള്ളാഹി അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയും ദുആ സമ്മേളനവും നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടി വലിയുള്ളാഹി അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കും ദുആ സമ്മേളനത്തിനും സമാപനം കുറിച്ചു. ജാതിഭേദമന്യേ നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ദുആ സമ്മേളനം സമസ്ത കേന്ദ്ര മുശാവറ അംഗം മൊയ്തീൻകുട്ടി മുസ്ലിയാർ താഴപ്പറ ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട ദിവസമാണ് അത് സംഭവിക്കുന്നത്. മരിച്ച ദിവസമാണ് നോമത്തൽ അറൂസായി പുതിയാപ്പളയായി ഒരു പുതിയാപ്പള കടന്നിറങ്ങും പോലെ മണിയറയിൽ കിടക്കുമ്പോൾ സുഖമായി ഉറങ്ങിക്കോളൂ എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു അവസ്ഥ മരിച്ച ദിവസമാണ് ഉണ്ടാകുന്നത്. അതാണ് ഉറൂസ് എന്ന് പറയുന്നത്. അത് നാം ആ വലിയനെ അനുസ്മരിച്ചുകൊണ്ട് നാം അത് ആഘോഷിക്കുകയാണ്. ആ വലിയൻ്റെ പേരിൽ സദഖ ചെയ്യുന്നു. ആ വലിയൻ്റെ പേരിൽ ധാരാളം പുണ്യമായ അമലുകൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തി വഅദ് പറഞ്ഞ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹു ദുആ ചെയ്യുന്നു. ഇതാണ് ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അനിസ്ലാമികമായ ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതിനൊരു മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ ഈ മക്കാമിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ കോയ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ട് അനിസ്ലാമിക കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ ഇല്ലാതെയായി വളരെ സൂക്ഷ്മതയോടെ ഈ ഉറൂസ് കൂടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോഴും പറയാനുള്ളത്, മക്ബറയിൽ വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളൊക്കെ മക്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ടിങ്ങനെ കുറേ സമയങ്ങൾ ചിലവായിക്കുന്ന ആളുകളാണ്. അവരെ ഈമാനിക ആവേശമാണത്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതോടുകൂടെ ശ്രദ്ധിക്കാനുള്ളത്, ശരീഅത്തിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമായ ഒരു നീക്കവും ആർക്കും ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമായി ഉണർത്തുകയാണ്. നിസ്കാരം ഖളാ ആക്കുന്ന രീതി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. നിസ്കരിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് റജബ് മാസം എന്ന് പറയുന്നത് ഇത് നിസ്കാരത്തിൻ്റെ മാസമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ സമാനമായി നൽകിയ മിറാജൻ രാത്രിയിൽ നൽകിയ ഒരു മഹത്തായ ഒരു സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ വിശദീകരണം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിലേക്കുള്ള ആടുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒരു നമ്മുടെ ക്രിസ്തീയ സഹോദരി, അതുപോലെ ഒരു ഹൈന്ദവ സഹോദരിയാണ് നമുക്ക് ഈ പരിപാടിയിലേക്ക് ആടുകൾ നേർച്ച ചെയ്തിട്ടുള്ളത്. വർഷങ്ങളായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ നാടിൻ്റെയും നമ്മുടെ പരിസരത്തിൻ്റെയും എല്ലാം സാഹോദര്യം, മത ജാതി ഭേദമന്യേ നമ്മുടെ സാഹോദര്യങ്ങളെ വിളിച്ചോതുന്ന ചില അടയാളങ്ങളാണ്. നമുക്കറിയാം, ഇതിൽ എത്രയോ പേരുടെ ഒരു കൂട്ടായ ശ്രമം, അതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ഇത്രയും വലിയ ഒരു പദ്ധതി. 4 ടണ്ണോളം അരി നമ്മൾ വെച്ചിട്ടുണ്ട്. 4000 കിലോ അടുത്ത് നമ്മൾ അരി ഈ 2 ദിവസങ്ങളിലായി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരാൾ വിചാരിച്ചാലൊന്നും നടക്കൂല. നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ്. നമ്മുടെ ഒരു സ്വാഗത സംഘം, അതുപോലെ നമ്മുടെ മക്കാമിന് ഹിദ്മത്ത് എടുക്കുന്ന ആളുകൾ, ഇവരെല്ലാം കൂട്ടായി നമ്മുടെ നല്ല നാട്ടുകാർ, സഹോദരിമാർ, സഹോദരന്മാർ, കുട്ടികൾ എല്ലാവരും സഹകരിച്ചതുകൊണ്ട്
കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു പരിപാടി നമുക്ക് 2 ദിവസങ്ങളിലായി നടത്താൻ കഴിഞ്ഞത്. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അല്ലാഹു അല്ലാഹ്, ആ വിശ്വാസമാണ് മുസ്ലിംകളെ മറ്റെല്ലാ വിശ്വാസങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. നമുക്ക് ഒരു ഉടമസ്ഥനേ ഉള്ളൂ. വായു നിയന്ത്രിച്ച് നൽകുന്നത് ആ ഉടമസ്ഥനാണ്. സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉടമക്കാരനാണ്. കടലും കരയും മണ്ണും വിണ്ണും അവന്റെ നിയന്ത്രണത്തിലാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ആ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥനായ ഇലാഹിനെ മുസ്ലിംകൾ വിളിക്കുന്ന നാമമാണ് അല്ലാഹു അല്ലാഹ്. ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാഹ്, ആരോഗ്യത്തിലും രോഗത്തിലും അല്ലാഹ്, ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹു അല്ലാഹ്, പട്ടുമെത്തയിലും ICUവിലും അല്ലാഹ്, മണിയറയിലും വെന്റിലേറ്ററിലും അല്ലാഹു അല്ലാഹ്. നാം ഒരിക്കലും ഒറ്റക്കാകുന്ന ഒരവസ്ഥ ഇല്ലേ ഇല്ല. പൂക്കോയ തങ്ങൾ തോന്നൂർക്കര, നജുമുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, ജാബിർ തങ്ങൾ പാടൂർ, മുസ്തഫ കാമിൽ സഖാഫി നെടുമ്പര, MS മുഹമ്മദ് ഹാജി വെട്ടിക്കാട്ടിരി, അബ്ബാസ് മുസ്ലിയാർ, KR മുഹമ്മദ് അൻവരി ശ്രീ പുഷ്കരം, അബ്ദുൽ ഖാദർ സഖാഫി, ഷെരീഫ്, സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് അലി ഹാജി, സ്വാഗത സംഘം കൺവീനർ ഹംസ മലബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസും നടന്നു. CCV ന്യൂസ് ചേലക്കര.